ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളുടെ യാത്ര എങ്ങോട്ടെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇന്ന് ഞങ്ങൾ പോകുന്നത് തൃശ്ശൂർക്കാണ്. തൃശ്ശൂർ വടക്കുന്നാഥനെ കാണാനാണ് ഞങ്ങളുടെ യാത്ര. ഇന്ന് ഞങ്ങൾ മാത്രമല്ല, അമ്മയുമുണ്ട് ഞങ്ങളോടൊപ്പം. തൃശ്ശൂർക്ക് ഞങ്ങൾ ആദ്യമായല്ല പോകുന്നത്, ഒരു തവണ പോയിട്ടുണ്ട് വടക്കുന്നാഥനെ കാണാൻ. പക്ഷേ അമ്മ ആദ്യമായാണ് വടക്കുന്നാഥനെ കാണാൻ വരുന്നത്. അപ്പോൾ അമ്മയെ ആദ്യമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ സന്തോഷവും ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനെത്തി. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, 1.5 കിലോമീറ്റർ ഉണ്ടോ ഇല്ല, 1.5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ. അങ്ങനെ അവിടെ ഒരു ഊബർ ബുക്ക് ചെയ്ത് ഓട്ടോയിൽ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനെത്തി. അപ്പം ഞാനും അമ്മയും ഇങ്ങനെ ഓരോ സംസാരിച്ചിരിക്കുന്നുണ്ട്. ട്രെയിൻ കുറച്ച് ലേറ്റാണ്. അങ്ങനെ ഞാനും ലുക്കും അമ്മയും കൂടെ വടക്കുന്നാഥന് പോകുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവൾക്ക് ബബു അവിടെ കിടക്കുന്നുണ്ട്. ബബുവിൻ്റെ അടുത്തോട്ടൊക്കെ അച്ഛൻ അവളെ കൊണ്ടുപോയി. ഓരോ ട്രെയിൻ പോകുമ്പോഴും ലുക്കുവിന് ഭയങ്കര സന്തോഷമുണ്ട്. ദൂരെ നിന്ന് ട്രെയിൻ കാണാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അടുത്ത് വരുമ്പോൾ പേടിയാട്ടോ. ഒന്നെങ്കിൽ എൻ്റെയും മനുഷ്യൻ്റെ കയ്യിൽ വന്നിട്ട് അവൾ പിടിക്കും, പേടിയാണ്. പക്ഷെ ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ് താനും പേടിയാണ് താനും. അതുകൊണ്ട് ഓടിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഓടിപ്പോകത്തില്ല. അതുകൊണ്ടൊരു സമാധാനം, കയ്യിലിങ്ങനെ പിടിച്ച് നിൽക്കും. ആളങ്ങനെ ഇങ്ങനെ ഓടിച്ചാടി ഞങ്ങളില്ലാതെ ഒറ്റയ്ക്കൊന്നും അങ്ങനെ നടക്കത്തില്ല. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ കയറാനുള്ള ട്രെയിൻ എത്തി. ട്രെയിനിലെ തിരക്ക് കണ്ടപ്പോൾ ഞാൻ ആകെ ഭയന്നു. ഇവളെ അങ്ങോട്ട് എന്ത് ചെയ്യും, നിൽക്കേണ്ടി വരുമോ ദൈവമേ എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയത്. എന്തായാലും എനിക്കും അമ്മയ്ക്കും ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടി. അമ്മയെ അവിടെ ഇരുത്തി, ഞാനിവിടെ ഇരുന്നു. ലുക്കിനപ്പം ഇരിക്കണ്ട, ഇത്ര ആളുണ്ടല്ലോ. എന്തായാലും ദൈവം അനുഗ്രഹിച്ചിട്ട് ഞങ്ങൾ എറണാകുളം ടൗണൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഫുള്ള് ബോഗി കാലിയായി. എറണാകുളം കഴിഞ്ഞപ്പോഴത്തേക്ക് ആരുമില്ല, ഞങ്ങളായിരുന്നു ആ ബോഗി ഫുള്ള് കീഴടക്കി. ഞാനും വിനുചേട്ടനും അമ്മയും ഒക്കെ വിസ്തരിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. പിള്ളേർക്ക് എപ്പോഴും ഇങ്ങനെ ഞെരുങ്ങി പോകാൻ ഇഷ്ടമല്ലല്ലോ. അവർക്കിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒക്കെ ഇരിക്കണം. പ്രത്യേകിച്ച് ലുക്കൂന് ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുന്ന ഇഷ്ടമേ അല്ല അവൾക്ക്. അവൾക്കിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വേണം അവൾക്ക് ഇരിക്കാൻ. അല്ലെങ്കിൽ സമ്മതിക്കില്ല, ആ പാടം അഴക്കും ബഹളമാവും. അങ്ങനെ കുറേ നേരം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവൾക്കാണ് ഞാൻ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, മാതളനാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ടിന്നിലാക്കി എടുത്തതുകൊണ്ട് അവളൊക്കെ ഇങ്ങനെ കഴിച്ചും കഥയൊക്കെ പറഞ്ഞും ഞങ്ങൾക്ക് പാട്ടൊക്കെ പാടി തന്നൊക്കെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനുമായിട്ട് അവൾ ഭയങ്കര കളിയാണ്. എന്നിട്ട് വഴക്ക് വിടും, എന്നിട്ട് അച്ഛനായിട്ട് ഇണങ്ങാൻ ഉമ്മ കൊടുക്കാനൊക്കെ ഓടി ചെല്ലുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ വെള്ളോട്ടൊക്കെ നോക്കി ഞാൻ അമ്മയ്ക്ക് ഓരോരോ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ആയിരുന്നു. ഓരോ സ്ഥലങ്ങൾ പോകുമ്പോഴും അമ്മ ഇന്ന സ്ഥലമാണ് ഈ സ്ഥലമാണ് എന്നൊക്കെ ഞാൻ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു. എന്ത് രസമല്ലേ നമ്മുടെ പ്രകൃതി കാണാൻ, മരങ്ങൾ നിൽക്കുന്നത് കാണാനൊക്കെ ഇല്ലേ? ഓരോരോ ഷേപ്പിൽ ഓരോന്നൊരുക്കി വെച്ചേക്കുന്ന പോലെയല്ലേ മരങ്ങളിലേക്ക് നിൽപ്പ്, എന്ത് ഭംഗിയാണ് പച്ചപ്പൊക്കെ കാണാൻ. ഇങ്ങനെ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ ഒന്നുകൂടെ ഭംഗി തോന്നും നേരിട്ട് കാണുന്നതിനേക്കാട്ടിലും. അങ്ങനെ ആലുവയും കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ ഓരോന്ന് എന്തെങ്കിലും ആളില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കൊന്ന് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റി. പോയി കഴിഞ്ഞാൽ ഒരു എൻജോയ്മെൻറ്റ് നടക്കില്ല. ഒന്നാമത് ചൂടും കൂടെ ആയതുകൊണ്ട് നല്ല സൂപ്പർ. അപ്പോഴാണ് വിനിച്ചേട്ടൻ പറയുന്നത്, എടി എയർപോർട്ട് ഇപ്പോൾ കാണാൻ പറ്റും, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളാൻ. അമ്മ അങ്ങനെ എയർപോർട്ട് കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് അമ്മ ഇപ്പോൾ എയർപോർട്ട് കാണുന്നത്. ഭാഗ്യത്തിന് 2-3 ഫ്ലൈറ്റൊക്കെ കിടപ്പുണ്ടായതുകൊണ്ട് അമ്മ എനിക്ക് വിമാനം കാണിക്കാൻ പറ്റി. ഞാൻ ആദ്യമായി കണ്ട എക്സ്പീരിയൻസ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കൂടെ കണ്ടു കാണുമല്ലോ. അപ്പോൾ അമ്മ ഫസ്റ്റ് ടൈമാണ് എയർപോർട്ട് കാണിക്കുന്നതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. അടുത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും ദൂരെ നിന്നായാലും അമ്മയ്ക്കൊന്ന് കാണാൻ പറ്റിയല്ലോ. ചേട്ടനെ കൊണ്ടുവിടാനോ വിളിക്കാനോ ഒന്നും എന്നെപ്പോലെ തന്നെ അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അമ്മ വന്നിട്ടില്ല. നാട്ടിൽ നിന്ന് ഇത്ര ദൂരം വരാൻ പാടായതുകൊണ്ട്. അങ്ങനെ അമ്മ ഫ്ലൈറ്റ് കണ്ടതിൻ്റെയൊക്കെ കഥകളൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നുണ്ട്. എന്ത് രസമല്ലേ മോളെ കാണാൻ, അയ്യോ ഇതൊക്കെ പറന്നുയർന്നത് അമ്മയ്ക്ക് പേടിയായിപ്പോയി കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ അത് കയറി കഴിയുമ്പോൾ പേടിയൊക്കെ മാറും, നമുക്ക് പോവാം എന്നൊക്കെ ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് രുക്കുവിൻ്റെ കുറേ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാട്ടും കഥയൊക്കെ അതിൻ്റെ ഇടയ്ക്കുണ്ട്. അതൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത്. ഇടയ്ക്ക് ആൾ പിണങ്ങും, പിന്നെ ആളെ ഇണക്കണം. അച്ഛനുമായിട്ട് ചില സമയത്ത് മുട്ടനടി കേട്ടോ, ചുമ്മാ ചില കളിതമാശകൾ. പക്ഷേ കുഞ്ഞ് വേണം കോംപ്രമൈസ് ചെയ്യാൻ. അച്ഛൻ കോംപ്രമൈസ് ചെയ്യത്തില്ല, കുഞ്ഞാണ് അങ്ങോട്ട് ചെന്ന് കോംപ്രമൈസ് ചെയ്യുന്നത്. ചെന്നിട്ട് ഉമ്മ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ആൾക്കങ്ങനെ കുഞ്ഞിന് പിണങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ല, പ്രത്യേകിച്ച് അച്ഛൻ പിണങ്ങിയിരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല.
ഒരു മിനിറ്റ് 2 മിനിറ്റ് കൂടിപ്പോയി, അത്രയേ ഉള്ളൂ. പിന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പതുക്കെ പതുക്കെ എന്നെ തോണ്ടും. അച്ഛ പിണങ്ങിയോ അമ്മ, അച്ഛ പിണങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവൾ ചെന്നൊരു ഉമ്മയെ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ പിണക്കം മാറും. എന്തൊക്കെയോ അച്ഛനോട് കാര്യം പറയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് അവിടെ കിടക്കണം, ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ട് ആൾക്ക് അവിടെ കിടക്കണം. ഞാൻ പറഞ്ഞ മോനെ അവിടെ കിടക്കണ്ട, ശരിയാവില്ല, എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമൊക്കെ അല്ലേ മോൻ കിടക്കണ്ട. എന്നാലും കേട്ടില്ല, കിടന്നു. എന്തായാലും സാരമില്ല, കിടന്നോട്ടെ, ഇപ്പോൾ റൂമിലൊക്കെ ചെന്നിട്ടൊന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്യലോണ്ട് കുഴപ്പമില്ലെന്ന്. അപ്പോൾ അവിടെ ഓരോ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയൊക്കെ കഴിഞ്ഞു. ചാലക്കുടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇതാണ് കലാഭവൻ നാടെന്നൊക്കെ പറഞ്ഞു. ആണോ അമ്മോനെ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെയൊക്കെ ചുമ്മാ സ്ഥലമൊക്കെ കാണുമായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇറങ്ങാറുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഓർത്തതിൻ്റെ ബാഗിൽ മുട്ടായി ഉണ്ടല്ലോ. ഞാനങ്ങനെ അവൾക്ക് മുട്ടായി പ്രോത്സാഹിപ്പിക്കാറില്ല, പ്രത്യേകിച്ച് കമ്പ് മുട്ടായി, കളർ മുട്ടായി ഞാനങ്ങ് കൊടുക്കാറില്ല. ഇത് പിന്നെ ആൽപ്പല്ലീബിയുടെ മുട്ടായി കളറില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 മേടിച്ച് ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് വഴക്കായാലോ ഉടക്കായാലോ എന്ന് വിചാരിച്ചിട്ട് കരുതി വെച്ചിരുന്നതാണ്. അങ്ങനെയാണ് ഒരെണ്ണം എടുത്ത് കൊടുത്തു. അത് ഏകദേശം തീരാറായി. ഇടയ്ക്ക് അച്ഛനും കൊടുക്കുന്നുണ്ട്, മോളും കഴിക്കുന്നുണ്ട്. കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഭയങ്കര കഥ പറച്ചിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് വന്ദേ ഭാരതൊക്കെ പോകുന്ന കണ്ടത്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങാറായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് കയ്യിൽ വെച്ച് എല്ലാം മറന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി താഴെയിലും മേളിലും ഒക്കെ നോക്കിയിട്ടാണ് ഞങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇരിക്കാലെ കൂടെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പിണങ്ങി കേട്ടോ. മുട്ടായി എന്ത് പറ്റുമെന്ന് അറിയോ, ആളുടെ കയ്യിൽ താഴെ പോയി. അപ്പോൾ തിരിച്ചെടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതെടുത്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ തരാം, ഇപ്പം കഴിക്കണ്ട, നമ്മളവിടെ എത്തിയിട്ട് കഴിക്കാം, ഉടനെ കഴിക്കണ്ട, പൊട്ടിക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ കൈ കൊടുത്തു. അപ്പോഴത്തേക്ക് ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പൊട്ടിച്ച് കഴിക്കണം എന്നുള്ള നിർബന്ധമൊന്നും ആൾക്കില്ല. ഞാൻ പറഞ്ഞു ഓട്ടോയിൽ കയറിയിട്ട് അവിടെ എത്തിയിട്ട് തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. കോംപ്രമൈസൊക്കെ ചെയ്തിട്ടാണ് ആളിങ്ങനെ നിൽക്കുന്നത്. മുട്ടായിനെ കണ്ടാൽ മതി കവറെങ്കിലും. ആ മുട്ടായി താഴെ ഇട്ടതിൻ്റെ വിഷമമായിരുന്നു, താഴെ പോയതിൻ്റെ വിഷമം. മൊത്തം കഴിക്കാൻ പറ്റിയില്ലല്ലോ, ട്രെയിനിലൊക്കെ താഴെ വീണാൽ നമുക്ക് എടുത്തു കൊടുക്കാനും പറ്റില്ല പ്രത്യേകിച്ച്. അങ്ങനെ ആ മുട്ടയൊക്കെ കിട്ടിയപ്പോൾ ആൾക്ക് സന്തോഷമായി. പിന്നെ ഞങ്ങൾ ഇറങ്ങാറായി, ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അമ്മയാണെങ്കിൽ ഇങ്ങനെ ആസ്വദിക്കുകയാണ്, പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ്. തൃശ്ശൂർക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ടാണ് അമ്മ വരുന്നത്. കൂടിപ്പോയി അമ്മ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എറണാകുളം വരെ വരും, അങ്ങനെ അല്ലാതെ അമ്മ വേറെ ദൂരെയൊന്നും യാത്ര ചെയ്തിട്ടില്ല. അമ്മ വീട്ടിൽ ഒതുങ്ങി ജീവിച്ച ഒരാളാണ്, അങ്ങനെ യാത്രയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് അമ്മ യാത്രകൾ ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. +2 പഠിക്കുന്ന സമയത്ത് ട്രിപ്പ് പോയിട്ടുണ്ട്, ഊട്ടി വയനാടൊക്കെ. പക്ഷേ അതൊന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം വൊമിറ്റിങ് തന്നെയാണ്, ബസ്സിൽ തന്നെ ഛർദ്ദിച്ച് അങ്ങനെ വയ്യാണ്ട് കിടപ്പായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനൊന്നും സാധിച്ചില്ല. നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളുടെ കൂടെ ഉള്ളപ്പോഴാണല്ലോ നമ്മളുടെ യാത്രകൾ കൂടുതലും മനോഹരമാവുന്നത്. പ്രത്യേകിച്ച് അമ്മയും കൊണ്ട് എനിക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുക, അമ്മയെ കാണിക്കുക, ഒരു കാര്യങ്ങളൊക്കെ കാണിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെക്കൊണ്ടാവുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇതുപോലെ സുമംഗലാമ്മയും അച്ഛനെയും ചാനൂട്ടനെയൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ എറണാകുളത്ത് അവരങ്ങനെ തങ്ങാറില്ല. കൂടിപ്പോയ 2 ദിവസം. അച്ഛന് കടയുള്ളത് കാരണം വീട് വിട്ടിട്ട് അച്ഛന് ഒരു ദിവസം കൂടുതൽ അച്ഛൻ വന്ന് നിൽക്കാറില്ല. അപ്പോൾ അച്ഛനെ വിട്ടിട്ട് അമ്മയും വരാറില്ല. ചാനൂട്ടനെയും സ്കൂളിലൊക്കെ വിടേണ്ടത് കൊണ്ട് അമ്മയും അങ്ങനെ വന്ന് നിൽക്കാറില്ല. ഇനി അവർ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ വേണം അവരെ ഇങ്ങനെ അമ്പലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഞാൻ അവരെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഓർത്തു, അമ്മയും അച്ഛനെയൊക്കെ ഇതുപോലെ കൊണ്ടുവരുന്നതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങൾ തൃശ്ശൂർ എത്തി കേട്ടോ. ഇറങ്ങാറായപ്പോഴത്തേക്ക് അവർ സന്തോഷം, അമ്മേ ബാ പോവാം വടക്കുന്നാഥ ഉമ്പൂറ്റിയെ കാണാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ കൂട്ടത്തിൽ. അങ്ങനെ ഞാൻ അമ്മയെ ആദ്യം ഇറക്കി. എനിക്ക് ട്രെയിനിൽ ഇറങ്ങുന്നതും കയറുന്നതൊക്കെ ഇച്ചിരി എനിക്ക് പേടിയാണ്. ഞാൻ കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ കൂടെയുള്ള അമ്മയും ഇനിച്ചേട്ടനൊക്കെ ആണെങ്കിലും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഞാൻ പറയും, ശ്രദ്ധിച്ചോണേ അമ്മയെ, സ്റ്റെപ്പ് ചവിട്ടി പതുക്കെ ഇറങ്ങിയാൽ മതി, ഒരു ധൃതിയും വെക്കണ്ടെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ട്രെയിനിറങ്ങി തൃശ്ശൂരെത്തിയപ്പോൾ ഒരു സമാധാനം, എന്തായാലും എത്തിയല്ലോ. ഇനി ഞങ്ങൾ പതുക്കെ നടന്ന് ആദ്യം അച്ഛനും മോളും എസ്കലേറ്ററിൽ കയറിപ്പോയി. അവൾക്ക് എടുത്തോണ്ടിരിക്കുന്ന ഇഷ്ടമല്ല, താഴെ സ്റ്റെപ്പ് നിൽക്കണം. പിന്നെ അമ്മയ്ക്ക് കണ്ടപ്പോൾ മോനെ ഇതിലാണോ പോകുന്നത്, അമ്മ എന്നെ മുറുക്ക് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിന്ന് എന്തായാലും പേടിയില്ലാതെ ആൾ കയറി ഇങ്ങെത്തി. തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങിയത് കേട്ടോ, എസ്കലേറ്ററില്ലായിരുന്നു. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ചു. ഓട്ടോയ്ക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ ഉള്ളത് കൊണ്ട്
അപ്പോൾ തന്നെ കയറി ഞങ്ങൾക്ക് റൂമിലെത്താൻ സാധിച്ചു. ഞങ്ങളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹെറിറ്റേജ് ഹോം പോലെ. എന്തായാലും നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലമായിരുന്നു ഞങ്ങൾ താമസിച്ചത്. എന്തായാലും ഈ ബ്ലോക്ക് കാരണം അങ്ങ് വരെ ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയില്ല, ഹോട്ടൽ വരെ ചെല്ലാൻ പറ്റിയില്ല. കാരണം അവർ പറഞ്ഞ ബ്ലോക്കിൽ ആയതുകൊണ്ട് വടക്കുന്നാഥ ഗ്രൗണ്ടിൽ അങ്ങ് പോകാൻ പറ്റില്ല. ഞങ്ങൾ സൈഡിൽ ഇവിടെ ഞങ്ങൾ നിർത്തി. ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു സൈഡിൽ ഞങ്ങളെ നിർത്തി, ഗ്രൗണ്ട് വരെ പോയില്ല. അതിൻ്റെ ഇപ്പുറം ഞങ്ങളെയൊക്കെ നിർത്തി. തിരക്ക് കാരണം അവർക്ക് അങ്ങോട്ട് പോകാനേ പറ്റില്ല, പെട്ടുപോകും. അതുകൊണ്ട് ഞങ്ങൾ ആ സൈഡിലോട്ട് ഞങ്ങളെ ഒരുക്കി നിർത്തി. പിന്നെ ഞങ്ങൾ നേരെ നടന്നു. എന്തായാലും നടക്കാം, ഒന്നും നോക്കാനില്ല. ഗ്രൗണ്ടൊക്കെ കണ്ട് കാഴ്ചയൊക്കെ കണ്ട്. അമ്മ എന്തായാലും ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. അമ്മ ഇതാണ് ഗ്രൗണ്ട് എന്നൊക്കെ. കുഞ്ഞ് വെയിലുള്ളത് കൊണ്ട് ഞാൻ അമ്മയുടെ ഷാളൊക്കെ എടുത്ത് തലയിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഗ്രൗണ്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അമ്മ അതിശയത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. കൊള്ളാം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ അമ്പലത്തിൻ്റെ കവാടമൊക്കെ കാണിച്ചു കൊടുത്തു. അതൊക്കെ കണ്ട് അമ്മ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആ ഒരു താമസിക്കുന്ന ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലൊക്കെ എത്തി. പിന്നെ റൂമിലെത്തി ഞങ്ങളൊന്ന് ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. വിനിച്ചേട്ടൻ പോയി ചായയൊക്കെ പിന്നെ വൈകിട്ട് പോയി മേടിച്ചോണ്ട് വന്നു. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റെഡി ആവാനായിട്ട് തുടങ്ങി. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് നേരം ഉറങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ പിന്നെ കുളിച്ച് വൃത്തിയായി. ഞാനും ലുക്കും അമ്മയും വിനിച്ചേട്ടനോടെ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ദൂരം നടന്നാൽ മതി, അതുകൊണ്ട് സമാധാനം. എന്തായാലും അമ്പലം എത്തിയപ്പോൾ ആകെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. സമാധാനം അമ്പലം എത്തിയപ്പോൾ. ഭഗവാനെ കാണാൻ ആദ്യമായിട്ട് വരുമല്ലേ. ഞങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ തൊഴണം എന്നൊക്കെയുള്ള ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്നു. രുക്കുന് എടുക്കണ്ട, അവൾക്ക് നടന്നാൽ മതി. എത്രയൊക്കെയല്ല അവളങ്ങ് നടന്നോളും കേട്ടോ. പിന്നെ എന്തെങ്കിലും തീരെ ബുദ്ധിമുട്ടെങ്കിൽ മാത്രമേ അവൾ എടുക്കാൻ പറയുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ ചെരുപ്പൊക്കെ ഉരിഞ്ഞിട്ടിട്ട് ഭഗവാനെ കാണാൻ കയറുന്നത്. വെച്ചാൽ അമ്പലത്തിനകത്തോട്ട് ഫോണൊന്നും അലൗഡ് അല്ലല്ലോ. വിനിച്ചേട്ടൻ പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ക്ലോക്ക് റൂമിൽ കൊണ്ടുവച്ചു. അങ്ങനെ ബാഗൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ നേരെ ഭഗവാനെ തൊഴാനായിട്ട് കയറി. ഭഗവാനെ തൊഴുതിറങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഭഗവാന്റെ മുന്നിൽ നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പരാതികളും എന്ത് പറഞ്ഞാലും അവിടെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആകും അല്ലേ. അവിടെ നിന്ന് പോരാനും നമുക്ക് തോന്നില്ല. അവിടെ വെളിയിലിറങ്ങി ആ ഗ്രൗണ്ട് ഫുള്ളിങ്ങനെ നിൽക്കാൻ എന്ത് രസമല്ലേ. കുറേ മരങ്ങളും എന്ത് അന്തരീക്ഷം അവിടെ ഭഗവാന്റെ സന്നിധിയിൽ. അങ്ങനെ തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞത് കൊണ്ട് അവിടെ സ്റ്റാൾ പോലെ കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ അവളെ അധികം ടയേർഡാക്കണ്ട, വേഗം റൂമിൽ പോകണം എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അവൾ എടുക്കാനും സമ്മതിക്കില്ലല്ലോ, അവൾക്ക് നടന്നാൽ മതി. അങ്ങനെ ഓരോരോ മതിലുകൾ അതൊക്കെ ഞാനിങ്ങനെ അമ്മയെ ഓരോന്ന് ചൂണ്ടിക്കാണിക്കുവാൻ, അമ്മ ഇതാണ് അതാണെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ നിന്നിങ്ങനെ എടുത്തു. എന്ത് ഭംഗിയല്ലേ കവാടം ഇങ്ങനെ കാണാൻ. തൃശ്ശൂർ പൂര സമയത്ത് ആനകളൊക്കെ ഇങ്ങനെ എഴുന്നള്ളി വരുന്ന സ്ഥലമല്ലേ അവിടെ. അങ്ങനെ അതെല്ലാം കണ്ട് സന്തോഷത്തോടെയാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചത്. രാത്രി ആകുമ്പോഴാണെന്ന് തോന്നുന്നു കൂടുതൽ ഭംഗിയാവും. ആ വെയിലൊക്കെ മാറി ചെറിയ ഇരുട്ടൊക്കെ പരതുമ്പോൾ അവിടെ കാണാൻ എന്ത് രസമാണല്ലേ ഇങ്ങനെ കണ്ടിരിക്കാൻ. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് പ്രസാദം കിട്ടിയായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പവും നെയ്യപ്പം പോലെ അങ്ങനെ പ്രസാദം കിട്ടി. രുക്കുനപ്പത്തേക്ക് വിശക്കാൻ തുടങ്ങി. കുറേ സമയമായില്ലേ, വെള്ളമൊക്കെ കരുതിയിട്ടുണ്ടെങ്കിലും ആൾക്ക് ചെറിയ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ പ്രസാദം കിട്ടിയത് അവൾ മൊത്തം കഴിച്ചു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം നെയ്യപ്പം എന്നൊക്കെ പറയുന്നത്. ശർക്കരയൊക്കെ ചേർന്ന കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും ടയേർഡായി, കാരണം ദാഹിക്കുന്നു, വെള്ളം കുടിക്കാനൊക്കെ തോന്നി. അപ്പം അങ്ങനെ കുറേ നടന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഒരു ഐസ്ക്രീം വണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. രുക്കുനമ്മന് ഇഷ്ടമല്ലല്ലോ ഐസ്ക്രീം. അവളാണ് ഫസ്റ്റ് അച്ഛാ ഐസ്ക്രീം എന്ന് പറയുന്നത്. മൊത്തം കൊടുക്കാറില്ല കേട്ടോ. ഒരു മുക്കാൽ ഭാഗം ഞാൻ കഴിക്കും. ഒരു 1/4 ഭാഗം മാത്രമേ അവൾക്ക് കൊടുക്കാറുള്ളൂ. കാരണം അപ്പോഴത്തേക്ക് അവൾ തിന്നു വരുമ്പോഴത്തേക്ക് അത് ഒലിച്ച് മൊത്തം പോവുമല്ലോ. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുക്കാലും വായിലിട്ടതിന് ശേഷം മാത്രമാണ് അവൾക്ക് കൊടുക്കുക. അങ്ങനെ അതെല്ലാം ഞാനും അമ്മയും ചേട്ടനും അതെല്ലാം ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് രുക്കുവിൻ്റെ പിന്നെ കരച്ചിലായി. എന്തിനാണെന്നറിയാമോ, അമ്മയുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം അവൾക്ക് വേണമായിരുന്നു. ആദ്യം വേണമെന്ന് പറഞ്ഞു, പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അതും കഴിച്ചു.
കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് വേണം നിർബന്ധമായി. പിന്നെ എൻ്റെ കൈ ഇരുന്നത് ഞാൻ അവൾക്ക് കൊടുത്തു, ഇല്ലേ കടിച്ചിരുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് കൊടുത്തപ്പം ആളൊക്കെ. പിന്നെ അതും കൈവച്ചുണ്ടായിരുന്നു നടപ്പ് ഫുള്ള്. എന്തായാലും ഐസ്ക്രീം കൂടെ കഴിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്കാകെ വെപ്രാളമായി. നാരങ്ങ കുടിക്കാൻ ദാഹിച്ചു. പിന്നെ കുഞ്ഞിന് തണുക്കാത്തൊരു നാരങ്ങ വെള്ളവും ഞങ്ങൾ തണുത്തതും കഴിച്ചു. മിനിച്ചേട്ടൻ അപ്പോഴത്തേക്ക് എന്തൊക്കെ കോമഡി പറയുന്നുണ്ട്, അതിന് അമ്മയും ഞാൻ ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലെത്തിയപ്പോൾ എല്ലാം അഴിച്ചിട്ട് തുണിയെല്ലാം മാറി കഴിഞ്ഞപ്പോഴത്തേക്കൊരു സമാധാനം. അമ്മയും കുഞ്ഞിനെ അവിടെ സേഫാക്കിയിട്ട് ഞാനും മിനിച്ചേട്ടൻ രാത്രിയിലത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ തപ്പാൻ തുടങ്ങി. ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ നടക്കാൻ എന്ത് രസമല്ല അതുവഴി. നിങ്ങൾ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്ത് തണുപ്പാണ് അതുവഴി നിങ്ങൾ നടക്കുമ്പം. ആരും ഇല്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഭയങ്കര ഇഷ്ടം. എനിക്ക് അവിടെ മണ്ണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് വരാനേ തോന്നിയില്ല. ഞാനും ചേട്ടനും കുറേ അവിടെ നടന്നു. പിന്നെ രാഗം തിയേറ്ററൊക്കെ കണ്ടു. തിയേറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിരുന്നു ഒരു ബ്രാഹ്മിൺസ് ഹോട്ടലായിരുന്നു. എന്താ പത്താൻസോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. അങ്ങനെ നല്ല ഫേമസ് റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ തിരക്കി ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞതാണ് വെജിറ്റേറിയൻ ഹോട്ടലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും ബെസ്റ്റ് നെയ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഗീ റോസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതും കഴിച്ച് ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അമ്മയ്ക്ക് കുഞ്ഞിനുള്ളത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെയും തിരിച്ച് അത് തന്നെ വടക്കുന്നാഥൻ്റെ ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ ഞാൻ ഭഗവാനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇനിയും പിന്നെ വരാം, എല്ലാവരുമായിട്ട് വരാമെന്നൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നൊന്നുറങ്ങി. ഒരു 9 മണി വരെ കിടന്നുറങ്ങിക്കാണും കേട്ടോ, ക്ഷീണം മാറ്റാൻ. ആ ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കൊരു 11:30 തോന്നുന്നു പരശുറാമിനാണ് തിരിച്ച് വരേണ്ടത്. ഫോൺ നോക്കിയപ്പോൾ 11:30 എന്നാണ് കണ്ടിരുന്നത്. പക്ഷേ എന്ത് പറ്റി, വളരെ ലേറ്റായിട്ടാണ് വന്നത്. 12 മണി എങ്ങാണ്ടായി ട്രെയിൻ വന്നപ്പോഴത്തേക്ക്. ഞങ്ങൾ കുറേ നേരം ആ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിന്നു. അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. വടക്കുന്നാഥൻ്റെ ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ തിരിച്ച് പോകാമെന്നുള്ളതപ്പോൾ ആൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണല്ലോ, നമ്മൾക്ക് ഇഷ്ടമുള്ള ഭഗവാനെ വേഗം തൊഴുത്തിട്ട് വേഗം നീങ്ങി പോരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമല്ലേ. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് ഇനിയും വരാമല്ലോ, അമ്മ ഇനിയും എറണാകുളത്ത് വന്നു കഴിയുമ്പോൾ അമ്മയെ കൊണ്ടുവരാം. അമ്മ എറണാകുളത്തെ 2 മാസത്തേക്കാണ് അമ്മ വന്നത്. അപ്പോൾ അമ്മ ഇനിയും ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകും. അപ്പം അമ്മ നമുക്കിനിയും വരുമ്പോൾ അമ്മയെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞാണ് അമ്മയെ സമാധാനിപ്പിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനെത്തിയോ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ ട്രെയിൻ ലേറ്റായിരുന്നെന്ന്. എന്തായാലും രുക്കു വലിയ ടയേർഡൊന്നും ആയില്ല. കാരണം രുക്കുവിന് കളിക്കാനെ കൂട്ടുകാരെ കിട്ടി കേട്ടോ. ഞാൻ കാണിക്കാം. ആദ്യം ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ടാണ് കയറിയത്. ഭയങ്കര ഒരു തലവേദന, ഞങ്ങളൊന്നും കഴിച്ചില്ല. ഞങ്ങൾ ഉറങ്ങി എണീറ്റപ്പോൾ 9 മണിയായില്ലേ. പിന്നെ ഞങ്ങൾ വേഗം റെഡി ആയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നത്. ട്രെയിനെങ്ങാണ്ടും വന്നാലോ എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്, പക്ഷേ ലേറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചായയും ഒരു ഉഴുന്നോടെയൊക്കെ മേടിച്ചു, കുഞ്ഞിന് ബിസ്ക്കറ്റുമൊക്കെ മേടിച്ചു കൊടുത്തു. ഞങ്ങളവിടെ കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ, രുക്കൂന് 2 കൂട്ടുകാരികളെ കിട്ടി. ഒരു കുഞ്ഞു വാവയും ഒരു ചേച്ചി കുഞ്ഞിനെ കിട്ടി. അവരുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അവരിവിടെ മറ്റേ തൃശ്ശൂർ തന്നെയാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ അവരുമായിട്ട് ഭയങ്കര കൂട്ടായിട്ടോ. കുഞ്ഞാവ വിട്ടിട്ട് വരാനേ ഞങ്ങൾ പൊക്കോളെന്നെ പറഞ്ഞു. കുഞ്ഞാവയായിട്ട് കളിക്കുക, അമ്മയും അച്ഛനും പൊക്കോളൂ. എന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരം ദൂരം നടന്നു നോക്കി കേട്ടോ, എവിടെ അതിനായിട്ട് കളിക്കുക. കുഞ്ഞാവയെ കിട്ടിയ ഭയങ്കര ഇഷ്ടം കേട്ടോ കുഞ്ഞു മാവകളെ. അങ്ങനെ കുഞ്ഞാവയെ കളിപ്പിച്ച് എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് അവളെ വിളിച്ചോണ്ട് ഞങ്ങൾ ടാറ്റ ഉമ്മയെ കൊടുത്തു കേട്ടോ. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമായിരുന്നു കുഞ്ഞു മാവയ്ക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എന്തായാലും വന്നു. ഇത്തവണയാണ് ഞങ്ങൾ പെട്ടത്. ഇങ്ങോട്ട് വളരെ സിമ്പിളായിട്ട് വന്ന് ഞങ്ങൾ തിരിച്ചു പോരുമ്പം വളരെ ഹാപ്പിയല്ലതാണ് വന്നത്. കാരണം ഭയങ്കര തിരക്കായിരുന്നു. എന്തായാലും മിനിച്ചേട്ടൻ രുക്കൂനും ഇരിക്കാൻ സീറ്റ് ഉള്ളൊരു സമാധാനം, കുഞ്ഞിനെ കൊണ്ട് നിൽക്കേണ്ടി വന്നില്ലല്ലോ. പിന്നെ അമ്മയെ ഞാൻ ഇരുത്തി. ഇപ്പുറത്തൊരു കൊച്ചിനുണ്ടായിരുന്നു കേട്ടോ, പാവം. അത് ആലുവ ഇറങ്ങാനായിരുന്നു. ഞാൻ പറഞ്ഞ്, കുഞ്ഞുണ്ട് ഒന്ന് ഇരുത്തിക്കോട്ടെ, അവൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഇച്ചിരി കാറ്റേക്കുള്ള ഇരുത്തിക്കോട്ടെ മോനെ, ഒന്ന് എണീറ്റ് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പം അവനങ്ങ് എണീറ്റ് തന്നു കേട്ടോ. പാവമായിരുന്നു കേട്ടോ. അവന് ആലുവ ഇറങ്ങാനായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അമ്മയും കുഞ്ഞിനും ഞാൻ അവിടെ ഇരുത്തിയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് അച്ഛനെ കാണും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയായപ്പോൾ എന്തായാലും ഞങ്ങൾ എത്തി. ബാക്കി ട്രെയിനിനുള്ളിൽ കാഴ്ചകൾ അധികം എടുക്കാൻ പറ്റിയില്ല, തിരക്കായതുകൊണ്ട്. എന്തായാലും ഞങ്ങൾ നേരെ തൃപ്പൂണിത്തുറ എത്തിയപ്പോൾ ഒരു സമാധാനം. എവിടെ പോയാലും തിരിച്ച് നമ്മളുടെ വീട്ടിലെത്തുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. പ്രത്യേകിച്ച് ഈ തിരക്കിനകത്ത് ട്രെയിനിനകത്ത് യാത്രയെ ഭയങ്കര കഠിനം തന്നെ. ഭയങ്കര തിരക്കായിരുന്നു. എവിടെ എത്തിയപ്പോഴത്തേക്ക് ആലുവ കഴിഞ്ഞ് എറണാകുളം ടൗണൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിപ്പോയി.
ഒരു പൊടിക്കുഞ്ഞിനെയും കൊണ്ടൊരു ചേച്ചിയൊക്കെ വീടേണ്ടതായിരുന്നു. പിന്നെ വിനിച്ചേട്ടനൊക്കെ ചെന്ന് കയറി പിടിച്ചാണ് അവരെ അകത്തോട്ടൊക്കെ കയറ്റിയത്. ഭാഗ്യം കൊണ്ടാട്ടോ കുഞ്ഞിനൊന്നും പറ്റാഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീടെത്തറയിട്ടൊരു സമാധാനം വീടെത്തുമ്പോഴത്തേക്ക്. എന്തായാലും ഞങ്ങൾ വീടെത്തറയിട്ടോ, ഇതാ വീടെത്തി. എന്നാലും ഞങ്ങളുടെ ഈ തൃശ്ശൂർ വ്ളോഗ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.